മാവേലിക്കര അരുൺകുമാർ ജയിച്ചില്ലേ പിന്നെ ഞങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? മാവേലിക്കരെ സംബന്ധിച്ച് സാധാരണ എൻ്റെ ഒരു പൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന സുരേഷിനാവാൻ സാധ്യത. കൊടിക്കുന്നിലാണ് സാധ്യത. കൊടിക്കുന്ന സുരേഷ് ആയിരിക്കും. ഇല്ല, അരുൺകുമാറിന് വെല്ലുവിളി ആവത്തില്ല. നമസ്കാരം. ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആവേശമാണ് മാവേലിക്കര മണ്ഡലത്തിൽ. കോൺഗ്രസിന്റെ കൊടിക്കുന്നിൽ സുരേഷിനെ ഹാട്രിക്ക് നൽകി 2019 ലോക്സഭയിലേക്ക് അയച്ച മണ്ഡലമാണ്. പാർലമെന്റിലേക്ക് 4ാം വട്ടവും പറക്കാൻ ലക്ഷ്യമിട്ട് കൊടിക്കുന്നിൽ ഇറങ്ങുമ്പോൾ CPI ഇറക്കിയിരിക്കുന്നത് ശക്തനായ എതിരാളിയായ CA അരുൺകുമാറിനെ. BDJS സ്ഥാനാർത്ഥിയായ ബൈജു കലാശാലയും ഒപ്പം പോരിനുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാവേലിക്കര മാറുമ്പോൾ ആര് വാഴും ഇക്കുറി മാവേലിക്കരയിൽ? ജനങ്ങളുടെ അഭിപ്രായം തേടിയുള്ള ഒരു യാത്രയിലേക്ക്. നമ്മുടെ ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തുടങ്ങിയല്ലേ? മാവേലിക്കര മണ്ഡലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും വിജയസാധ്യത തോന്നുന്നത്? മാവേലിക്കരെ സംബന്ധിച്ച് സാധാരണ എൻ്റെ ഒരു പൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന സുരേഷിനാവാൻ സാധ്യത. ത്രികോണ മത്സരമായിട്ടും പ്രതീക്ഷിക്കാം. പക്ഷേ ഞങ്ങളുടെ ഒരു പൾസ് എനിക്ക് തോന്നുന്നു, കാരണം ഒരു സീനിയർ ഒരു വ്യക്തിയാണ്, തീർച്ചയായിട്ടും പുള്ളിക്കാവാൻ സാധ്യത. ഞാൻ രാഷ്ട്രീയപരമായിട്ടല്ല പറഞ്ഞത്, പേഴ്സണലി പറയുന്നതാണ്. 2 MLA രാജേഷും അരുൺകുമാർ MS അരുൺകുമാർ വന്നുകൊണ്ടായി മാവേലിക്കര പുരവാരം വേണ്ട റോഡങ്ങോട്ട് പണിയാൻ പോവുക. അതാണ് മാവേലിക്കര. UDP ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടല്ലയോ കേന്ദ്രം പോലും ഭരിക്കാതിരിക്കുന്നത്. UDP BJPക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുക. അവർ ഭരിക്കട്ടെ, നമുക്ക് സന്തോഷമാണ്. അവർ ഭരിക്കണം. മാവേലിക്കര അരുൺകുമാർ ജയിച്ചില്ലേ പിന്നെ ഞങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? എൻ്റെ മോളെ ജയിക്കും. നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളാണ്, അത് നീ വളർന്ന് വരിക. അതുപോലെ അവനും പയ്യനാണ്, അവൻ വളരട്ടെ. കൊടിക്കുന്നിൽ എത്രയോ വർഷം കൊണ്ട് നിൽക്കുന്നത്, ഇവെല്ലാം ചെയ്യുന്നുണ്ട്. അധികാരത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു കക്ഷിയാണ്. കൊടിക്കുന്നിലാണ് സാധ്യത. അല്ല, അത് വേറൊരു ഓപ്ഷൻ ഓൾട്ടർനേറ്റീവായിട്ട് അവിടെ കാണാനില്ലാത്തത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു ഗണേഷ് ഇവിടുന്ന് മുന്നണി മാറിയത് പിന്നീട് ഇവിടെ വികസനം ഒന്നും നടന്നിട്ടില്ല. അതിന് മുമ്പ് പുള്ളിക്കാരൻ പല കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനുശേഷം ഇവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കൊടിക്കുന്നിലിന് ശക്തനെന്നല്ല, പുള്ളിക്കാരൻ്റെ ഇതുവരെയുള്ള ഭൂരിപക്ഷവും മറ്റുള്ള ഡീറ്റെയിൽസും വെച്ച് ഞാൻ പറഞ്ഞതാണ് പുള്ളി അതിനാവാനുള്ള സാധ്യതയുള്ളൂ. BJP ജയിക്കില്ല ചേട്ടൻ തന്നെ, ചേട്ടൻ BJPക്കാരനാണെന്ന് പറയുന്നു. ചേട്ടന് അത്ര ഉറപ്പില്ലാത്തതിൻ്റെ കാര്യം പിന്നെ പബ്ലിക് നമ്മളോട് കൂടുന്നില്ല. ഞങ്ങളെ പിന്നെ NDA സർക്കാർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല ആൾക്കാർ. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് 1 വർഷത്തിൽ 6000 രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ മറ്റിടത്തിൽ തന്നെ പല പല കാര്യങ്ങൾ, അതായത് പിന്നെ ഉജ്ജ്വല യോജന, പിന്നെ വെള്ളത്തിൻ്റെ കാര്യം, പിന്നെ ഇപ്പം സോളാർ പാനൽ വെച്ചിട്ട് 35,000 മുതൽ 75,000 രൂപ വരെ സബ്സിഡി കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വികസനത്തിൻ്റെ മുമ്പിൽ വരുന്നതാണ് NDA സർക്കാർ ഇച്ചിരി മുമ്പിലാണെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ അത് നമ്മുടെ കേരളത്തിൽ ഇവിടെ നടക്കുമോ എന്നുള്ള കാര്യത്തെപ്പറ്റി താല്പര്യമില്ല. കാരണം നമ്മുടെ അണികൾ നമ്മളോട് കൂടെ ചേരുന്നില്ല. ഈ ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അവരൊന്നും ഇതൊന്നും സഹകരിക്കുന്നില്ല. അത്രയേ ഉള്ളൂ കാര്യം. അരുൺകുമാറിന് കൊടുക്കുന്ന സുരേഷ് ഒരു വെല്ലുവിളി ആവാൻ സാധ്യതയുണ്ട്. കാര്യം 4ാം തവണയാണ് ഇപ്പോൾ മത്സരിക്കാൻ ഇറങ്ങിയത്. ഇല്ല, അരുൺകുമാറിന് വെല്ലുവിളി ആവത്തില്ല. കൊടിക്കുന്നിൽ സുരേഷിനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? അങ്ങനെ നല്ല മനുഷ്യനായിട്ട് ആള് വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് വികസനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? 4ാം തവണയല്ലേ മത്സരിക്കുന്നത്? 4ാം തവണയല്ലേ മത്സരിക്കുന്നത്? ഞാൻ തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അങ്ങനെ ഞാൻ തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ചേച്ചിയുടെ വോട്ട് ചേച്ചി കൊടിക്കുന്നിൽ സുരേഷിനായിരിക്കും? ഉറപ്പായിട്ടും. ഇവിടെ ലോക്സഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തുടങ്ങിയില്ലേ? ഇവിടെ മാവേലിക്കര മണ്ഡലത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കാണ്? കൊടിക്കുന്ന സുരേഷ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? നിലവിലെ MP പിന്നെ പേരുണ്ട്, അതുകൊണ്ട്. ആള് 4ാം തവണയല്ലേ മത്സരിക്കുന്നത്? അത് തന്നെ. അപ്പം എങ്ങനെയാണ് അതിന്റെ വികസനങ്ങളും കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ആൾക്കാരുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ വോട്ട് ചേട്ടൻ
സുരേഷിനായിരിക്കും